1663 അന്ന് മലങ്കര സഭയുടെ തലവനായിരുന്ന മാർത്തോമാ മെത്രാന്റെ സഫ്രഗന്മാരിൽ ഒരാളായിരുന്ന പനംകുഴയ്ക്കൽ ചാണ്ടി പറങ്കി പക്ഷത്തേക്ക് കൂറുമാറിയതിനെ തുടർന്ന് മലങ്കര സഭയിൽ നിന്നും ചെറിയൊരു പക്ഷം വിഘടിച്ച് റോമാ സഭയിലേക്ക് മാറിയതാണല്ലോ മലങ്കര സഭയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ പിളർപ്പ്. ഈ പിളർപ്പിനെ കുറിച്ച് മലങ്കര സഭയുടെ നിർണായക ചരിത്ര ഗതിമാറ്റങ്ങൾ വിവരിച്ചിരിക്കുന്ന ആധികാരിക ചരിത്ര ഗ്രന്ഥമായ നിരണം ഗ്രന്ഥാവലി എന്ന് ഇന്നറിയപ്പെടുന്ന കണിയാന്ത്ര താളിയോലകളിൽ വിവരിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാർത്തോമന്മാർ മെത്രാന്റെ തറവാട്ടിലുള്ള ആളുകളെ അല്ലാതെ മറ്റൊരുത്തരെയും അനുസരിക്കുകയില്ലെന്നും നിശ്ചയിച്ച അത്തറവാട്ടിൽ നിന്നും പനക്കുഴി ചാണ്ടിക്കത്തനാരെ വരുത്തി അയാൾക്ക് വേണ്ടുന്ന ദ്രവ്യം കൊടുത്ത് സമ്മതിപ്പിച്ചു. കൊല്ലം 838 ആണ്ടിൽ കുറവലങ്ങാട്ട് പള്ളിയിൽ വെച്ച് യൗസേപ്പ് മെത്രാൻ ചാണ്ടിക്കത്തനാരെ മെത്രാനായിട്ട് വാഴിച്ചു. അവർ രണ്ടുപേരുടെയും കൂടെ ഉത്സാഹിച്ച് ഏതാനും ജനങ്ങളെയും പാട്ടിലാക്കി. ഇങ്ങനെ രണ്ടു പക്ഷമായി കുറച്ചു കാലം ചെന്നപ്പോൾ അവർ രണ്ടുപേർക്കൊപ്പം കൂടുതൽ ആളുകളും പള്ളിക്കാരും അതിൽ ചേർന്നു. കൂനൻകുരിശ് സത്യത്തിന് ശേഷം റോമിൽ നിന്ന് കർമ്മലീത്ത സംഘത്തിനൊപ്പം യൗസേപ്പ് എന്ന പേരുള്ള ഒരു മെത്രാൻ വന്നു. അന്ന് മാർത്തോമാ മെത്രാന്റെ 4 സഫ്രംഗന്മാരിൽ ഒരാളായിരുന്ന കടവിൽ ചാണ്ടിക്കത്തനാർ മലങ്കര സഭയോട് വിഘടിച്ച് ഈ യൗസേപ്പ് മെത്രാനെ കടവിൽ ചാണ്ടിയുടെ ഇടവകപ്പള്ളിയായ കടത്തുരുത്തി വലിയ പള്ളിയിൽ കൊണ്ട് കുടിയിരുത്തി. എന്നാൽ കടത്തുരുത്തി പള്ളിക്കാർ പോലും ഈ യൗസേപ്പ് മെത്രാനെ സ്വീകരിച്ചില്ല. മലങ്കര സഭയുടെ തലവനായ മാർത്തോമാ മെത്രാന്റെ കുടുംബത്തിൽ നിന്നുള്ളവരെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് കടവിൽ ചാണ്ടിയോടൊപ്പം കൂടിയവർ വാശി പിടിച്ചതിനെ തുടർന്ന് മാർത്തോമാ മെത്രാന്റെ തറവാടായ പാലമറ്റം തറവാടിന്റെ കുറവലങ്ങാട് ശാഖയിൽ വരുന്ന പനംകുഴയ്ക്കൽ തറവാടിൽ നിന്നുള്ള വൈദികനും അന്ന് മലങ്കര സഭാതലവന്റെ 4 സഫ്രന്മാരിൽ മറ്റൊരാളുമായിരുന്ന പനംകുഴയ്ക്കൽ ചാണ്ടിക്കത്തനാരെ നിരണം ഗ്രന്ഥാവലിയുടെ അതേ ഭാഷയിൽ പറഞ്ഞാൽ അയാൾക്ക് വേണ്ട ദ്രവ്യം കൊടുത്ത് വശത്താക്കി. പറങ്കി പക്ഷത്തെത്തിച്ച് കുറവലങ്ങാട് പള്ളിയിൽ വെച്ച് കർമ്മലീത്ത മെത്രാന് പനംകുഴ ചാണ്ടിയെ 1663 റോമാ സുറിയാനിക്കാരുടെ മെത്രാനായി വാഴിച്ചതോടെ മലങ്കര സഭയിലെ ആദ്യത്തെ പിളർപ്പ് നടന്നു. ഈ സംഭവം റോമാ സുറിയാനിക്കാരുടെ ഗവർണോദോർ ആയിരുന്ന പാറമേക്കാൽ തോമാ കത്തനാർ എഴുതിയ വർത്തമാന പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് കർമ്മലീത്ത മെത്രാനെ റോം ഇവിടേക്ക് അയച്ചത് തന്നെ മാർത്തോമാ ഒന്നാമനെ മെത്രാപ്പോലിത്തയായി വാഴിച്ച് മലങ്കരയുടെ അപ്പസ്തോലിക തലവനായി നിയമിക്കാനായിരുന്നു എന്നാണ് വർത്തമാന പുസ്തകം പറയുന്നത്. അതനുസരിച്ച് കർമ്മലീത്ത മെത്രാന് മാർത്തോമാ ഒന്നാമനുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും പറങ്കി മെത്രാനെ കാണാൻ മാർത്തോമാ മെത്രാൻ തയ്യാറായില്ല എന്നും അങ്ങനെയാണ് കർമ്മലീത്ത മെത്രാന് പിന്നീട് പനംകുഴയ്ക്കൽ ചാണ്ടി കത്തനാരിലേക്ക് എത്തുന്നതെന്നും വർത്തമാന പുസ്തകം പറയുന്നു. അതായത് സ്രാവിന് വീശിയതിൽ കുടുങ്ങിയത് നത്തോലി ആയിരുന്നു എന്ന് സാരം. മലങ്കര നസ്രാണി തലവന് മെത്രാൻ സ്ഥാനവും മലങ്കരയുടെ അപ്പസ്തോലിക് തലവന് സ്ഥാനവും ഇട്ടുമൂടാൻ പണവും കർമ്മലീത്ത മെത്രാന് വാഗ്ദാനം ചെയ്തിട്ടും തന്റെ സഭയുടെ സ്വാതന്ത്ര്യത്തിനും പൈതൃകത്തിനും സ്വത്വത്തിനും വേണ്ടി ലഭിക്കാവുന്ന സൗഭാഗ്യങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച മാർത്തോമ അന്ന് കാണിച്ച ആർജവമാണ് ഇന്നും മലങ്കര നസ്രാണികളുടെയും മാർത്തോമാ സ്ലീഹായുടെയും പൈതൃകം മലങ്കരയിൽ ശോഭിക്കുന്നതിന് കാരണമായിരിക്കുന്നതെന്ന് ആ പിതാവിന്റെ നിലപാടുകൾ മലങ്കര സഭയുടെ ചരിത്രത്തിൽ എത്രമാത്രം നിർണായകമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ്. പറങ്കികളുടെ എല്ലാ വാഗ്ദാനങ്ങളും പുറം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച മലങ്കര നസ്രാണി പൈതൃകത്തിന്റെ എക്കാലത്തെയും കാവൽക്കാരനായിരുന്ന മാർത്തോമായെ പറ്റി മഹാനായ 1-ാം മാർത്തോമായെ അവഹേളിക്കാനായി പറങ്കി പക്ഷം പരമാവധി ശ്രമിച്ചു. നവീന പറങ്കികളും അക്കാര്യത്തിൽ ഒട്ടും പുറകിലല്ല എന്നതാണ് കാണുന്നത്. 1-ാം മാർത്തോമായെ പറങ്കി പക്ഷത്തിന് ഒന്ന് കാണാൻ പോലും കിട്ടാത്തതിലുള്ള നിരാശയിൽ നിന്നുമാവാം മാർത്തോമാ റോമാ സഭയുമായി അങ്ങോട്ട് ഐക്യത്തിന് ശ്രമിച്ചുവെന്നും കർമ്മലീത്ത മെത്രാന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നുമൊക്കെയുള്ള നുണക്കഥകൾ ഉണ്ടാക്കി പറങ്കി പക്ഷം സായൂജ്യമടഞ്ഞത്. യഹൂദന്മാരെ ഭയന്ന് മറ്റു ശിഷ്യന്മാർ അടച്ചുമുറിയിൽ അഭയം തേടിയപ്പോഴും യഹൂദികളുടെ മൂക്കിന് കീഴിലൂടെ നെഞ്ചും വിരിച്ചു നടന്ന മാർത്തോമാ സ്ലീഹായുടെ പിൻഗാമികൾക്ക് ഭീരുവായിരിക്കാൻ കഴിയുമോ? വിശ്വാസധീരനായി ജീവിച്ച് വലിയമാർ ദിവാനാസിയോസ് എന്നറിയപ്പെട്ടിരുന്ന 6-ാം മാർത്തോമയാണ് നമ്മുടെ വിഷയം. മാർത്തോമായുടെ പിൻഗാമിയായി 6-ാം മാർത്തോമ മലങ്കര വാഴുമ്പോൾ റോമാ സുറിയാനിക്കാരുടെ ഇടയിൽ പ്രഗത്ഭനും പണ്ഡിതനുമായി വൈദികനുമായിരുന്ന കരയാറ്റി യൗസേഫ് മൽപ്പാന് 6-ാം മാർത്തോമയുമായി സൗഹൃദം സ്ഥാപിക്കുകയും നസ്രാണി സമൂഹത്തെ ഏകീകരിച്ച് ഒന്നിച്ചു നിർത്തണമെന്ന ആശയം 6-ാം മാർത്തോമയുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. എന്നാൽ ഈ നീക്കത്തിന് ഇവിടുത്തെ ലത്തീൻ മെത്രാന്മാർ എതിരായിരുന്നു. ഒരുപക്ഷെ കരയാറ്റി മൽപ്പാന് ലത്തീൻ മെത്രാനെ വിശ്വസിപ്പിച്ചിട്ടുണ്ടാവുക 6-ാം മാർത്തോമ റോമൻ കത്തോലിക്ക സഭയിലേക്ക് വരുവാൻ താല്പര്യമുള്ള ആളാണെന്നായിരിക്കാം. 6-ാം മാർത്തോമായെ പോലെ അതിപ്രഗത്ഭനായ ഒരാൾ വന്നാൽ പിന്നെ
താൻ വെറും പൂജ്യമായി മാറുമെന്ന് വാരാപ്പുഴ ലത്തീൻ മെത്രാന് തോന്നലുണ്ടാവുന്നതും കരയാറ്റി മൽപ്പാന്റെ നീക്കത്തിന് തടയിടാൻ ശ്രമിക്കുന്നതും വാരാപ്പുഴ മെത്രാന്റെ എതിർപ്പിനെ തുടർന്നാണ് കരയാറ്റി പാറമേക്കൽ കത്തനാര് ഈ ആവശ്യത്തിനായി നേരിട്ട് റോമിനെ സമീപിക്കാമെന്ന തീരുമാനമെടുക്കുന്നതും റോമിലേക്ക് പോകുന്നതും. റോമിലെത്തിയ കരയാറ്റി മൽപ്പാന് അവിടെ വെച്ച് മെത്രാനായി വാഴിക്കപ്പെടുകയും ചെയ്തു. റോമിൽ നിന്ന് തിരികെ വരുന്ന വഴിക്ക് ഗോവയിലിറങ്ങിയ കരയാറ്റി മെത്രാനെ പറങ്കികളുടെ ചതിവിന് ഇടയായി. റോമിലെത്തിയ കരയാറ്റി മൽപ്പാൻ അവിടെ വെച്ച് മെത്രാനായി വാഴിക്കപ്പെടുകയും ചെയ്തു. റോമിൽ നിന്ന് തിരികെ വരുന്ന വഴിക്ക് ഗോവയിലിറങ്ങിയ കരയാറ്റി മെത്രാനെ പറങ്കികളുടെ ചതിവിനിരയായി 1787 കന്നിമാസം 12 മരണപ്പെട്ടുവെന്ന് നിരണം ഗ്രന്ഥാവലിയിൽ പറയുന്നു. 6-ാം മാർത്തോമ എഴുതി ഒപ്പിട്ട ഒരു അപേക്ഷയുമായിട്ടാണ് കരയാറ്റി മൽപ്പാൻ റോമിൽ പോയതെന്നും പറയുന്നു. ഈ അപേക്ഷ വർത്തമാന പുസ്തകത്തിന്റെ ഒറിജിനൽ പ്രതിയുടെ 14-15 പദങ്ങളിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ 14-15 പദങ്ങൾ ഇന്ന് നമുക്ക് കിട്ടാനില്ല. നഷ്ടപ്പെട്ടു പോയി എന്നതാണ് വിശദീകരണം. വർത്തമാന പുസ്തകത്തിന്റെ മറ്റെല്ലാ പദങ്ങളും ഇന്നും ലഭ്യമാണെന്നിരിക്കെ ഈ 2 പദങ്ങൾ മാത്രം നഷ്ടപ്പെട്ടു എന്നത് ദുരൂഹമാണ്. 6-ാം മാർത്തോമയുടെ യഥാർത്ഥ അപേക്ഷയുടെ കോപ്പി ആരും കാണേണ്ട എന്ന ഉദ്ദേശം ഈ നഷ്ടപ്പെടലിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. റോം 6-ാം മാർത്തോമയുടെ നിബന്ധനകൾ നിരസിക്കുകയും കരിയാറ്റിയെ മെത്രാനായി വാഴിച്ച് കരിയാറ്റിയെ പിണക്കാതെ യാത്രയാക്കുകയും ചെയ്തതും എന്നാൽ കരിയാറ്റി തിരിച്ച് കേരളത്തിൽ എത്തിച്ചേരാതെ ഗോവയിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തതിനോട് ചേർത്ത് വായിച്ചാൽ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. 6-ാം മാർത്തോമ റോമിലേക്ക് അയച്ച കത്ത് എന്ന പേരിൽ ഇപ്പോൾ പ്രചരിക്കുന്ന റോമിലെ പ്രൊപ്പഗണ്ട ടീം പുറത്തുവിട്ട ഒരു കത്താണ്. ഇത് യഥാർത്ഥ കത്താവാൻ യാതൊരു സാധ്യതയുമില്ല. യഥാർത്ഥ കത്തിന്റെ പകർപ്പുണ്ടായിരുന്ന വർത്തമാന പുസ്തകത്തിലെ 2 അധ്യായങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. കരിയാറ്റി മെത്രാന്റെ മരണത്തെ തുടർന്ന് ഗോവയിൽ വെച്ച് പാറമേക്കാൽ തോമാ കത്തനാർക്ക് ഗവർണർ സ്ഥാനം ലഭിക്കുകയും തിരികെ കേരളത്തിലെത്തിയ പാറമേക്കാൽ കത്തനാർ റോമൻ സുറിയാനിക്കാരുടെ ഇടയിൽ ഒരു വിപ്ലവത്തിനുള്ള ആഹ്വാനം നടത്തുന്നതായും ചരിത്രത്തിൽ കാണാം. ഇനി മേലിൽ പറഞ്ഞ പറങ്കികളും വിദേശികളും വെള്ളക്കാരുമായ ഒരു മെത്രാനെയും അംഗീകരിക്കില്ല എന്നും നാട്ടുമെത്രാനെ മാത്രമേ അംഗീകരിക്കൂ എന്നും നാട്ടുമെത്രാനെ ലഭിക്കും വരെ ഗവർണറുടെ കീഴിൽ നിൽക്കും എന്നും സത്യപ്രതിജ്ഞ ചെയ്യിച്ചു. 1787 നടന്ന ഈ പ്രതിജ്ഞയാണ് അങ്കമാലി പടിയോല എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഈ പ്രതിജ്ഞയ്ക്ക് യാതൊരു ഫലവും ഉണ്ടായില്ല എന്നും പറങ്കിലെത്തിന് ബിഷപ്പുമാരും റോമൻ സുറിയക്കാരുടെ ഇടയിലും ഉണ്ടായ ഈ വിപ്ലവ നീക്കങ്ങൾ മുളയിലെ നുള്ളിക്കളഞ്ഞതായും ചരിത്രത്തിൽ കാണാം. ഇനിയാണ് ചതിയുടെ കഥ ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് കമ്പനിയിലും തിരുവിതാംകൂർ ഗവൺമെന്റിലും വലിയ സ്വാധീനമുണ്ടായിരുന്ന വലിയ വ്യവസായിയും ധനവാനുമായിരുന്ന തച്ചിൽ മാത്തു തരകന് 6-ാം മാർത്തോമയുമായി അടുപ്പം സ്ഥാപിക്കുകയും 6-ാം മാർത്തോമ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ചതിവിലൂടെ റോമാ സഭയിലേക്ക് ചേർക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. 6-ാം മാർത്തോമ ചെങ്ങന്നൂരിൽ പുത്തൻകാവ് കേന്ദ്രമായി ഒരു പള്ളി സ്ഥാപിക്കാനായി അനുമതികൾ വാങ്ങി. പള്ളിപ്പണി തുടങ്ങിയ സമയത്താണ് ചെങ്ങന്നൂർ ക്ഷേത്രത്തിന്റെ നേർദിശയിൽ ക്രൈസ്തവ പള്ളി പണിയുന്നു എന്നാരോപിച്ച് ചിലർ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് പുത്തൻകാവ് പള്ളിയുടെ പണി തടസ്സപ്പെട്ടു. എന്നാൽ തച്ചിൽ മാത്തു തരകന് ഈ വിഷയത്തിൽ ഇടപെടുകയും തന്റെ സ്വാധീനം ഉപയോഗിച്ച് പള്ളിപ്പണിയുടെ തടസ്സങ്ങൾ നീക്കുകയും ചെയ്തു. അങ്ങനെ തരകന് 6-ാം മാർത്തോമയുമായി അടുപ്പം സ്ഥാപിക്കുകയും ചെയ്തു. 6-ാം മാർത്തോമയെ ഏത് വിധേനയും റോമാ പക്ഷത്തെത്തിക്കാൻ വാരാപ്പുഴ, കൊടുങ്ങല്ലൂർ, കൊച്ചി ലത്തീൻ മെത്രാന്മാരും പാറമേക്കാൽ ഗവർണറോടും തച്ചിൽ മാത്തു തരകനും ഗൂഢാലോചന നടത്തിയതിനെ കുറിച്ച് നിരണം ഗ്രന്ഥാവലി വിവരിക്കുന്നത് മാർത്തോമ 6-ാമനെ റോമാ സഭയിൽ എത്തിക്കാൻ മാത്തു തരകൻ തന്റെ ഭരണതലത്തിലുള്ള സ്വാധീനവും ഉപയോഗിച്ചതായിട്ടാണ്. യജമാനന് എന്നുദ്ദേശിക്കുന്നത് ദിവാൻമാരെയും തിരുവിതാംകൂർ ഭരണാധികാരികളെയുമാണ്. റോമാ സഭയിലേക്ക് ചേരാൻ വലിയ സമ്മർദ്ദം 6-ാം മാർത്തോമയുടെ മേലുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം അണുഇടമാറാതെ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നതായി ചരിത്രം പറയുന്നു. തരകന്റെ സ്വാധീനത്തിന് വഴങ്ങി ഭരണാധികാരികൾ മാർത്തോമ 6-ാമന് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. എങ്കിലും രാജ്യത്തെ പ്രബല സമുദായങ്ങളിലൊന്നായ മലങ്കര സഭയുടെ തലവനെ പിണക്കാൻ ഭരണാധികാരികൾ തയ്യാറായിരുന്നില്ല എന്നതിനാൽ തന്നെ 6-ാം മാർത്തോമയെ ഇത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ സാധിച്ചു. നടത്തിയ ശ്രമങ്ങൾ ഒന്നും തന്നെ ഫലം കാണാതെ വന്നപ്പോൾ തരകൻ കണ്ടെത്തിയ അടുത്ത വഴി ഭരണാധികാരികളെ ഉപയോഗിച്ച് മലങ്കര സഭയുടെ പള്ളികളിൽ കണ്ടുകെട്ടുക എന്നതായിരുന്നു. സാമ്പത്തികമായുള്ള ഭാരം മലങ്കര സഭയുടെ മേൽ അടിച്ചേൽപ്പിച്ച് 6-ാം മാർത്തോമയെ വരുതിയിലാക്കാൻ തച്ചിൽ മാത്തു തരകൻ നടത്തിയ ശ്രമത്തെക്കുറിച്ച് നിരണം ഗ്രന്ഥാവലി പറയുന്നത് മലങ്കര സഭയുടെ സമ്പന്നമായ പള്ളികൾ കണ്ടുകെട്ടിച്ച് മാർത്തോമ 6-ാമനെ വീട്ടുതടങ്കലിലാക്കി. അങ്ങനെ തച്ചിൽ തരകന് കാട്ടിക്കൂട്ടിയ ദ്രോഹങ്ങളൊന്നും പോരാഞ്ഞിട്ട് മാർത്തോമ 6-ാമന് മേൽ തരകന് 1,25,000 രൂപയുടെ പിഴയും ചുമത്തിയിരിക്കുന്നു. പിഴ അടയ്ക്കാൻ തയ്യാറല്ലെങ്കിൽ കടുത്ത ശിക്ഷ ഏൽക്കേണ്ടി വരും എന്നുമുള്ള തരകന്റെ താക്കീതിനെ കുറിച്ച് നിരണം ഗ്രന്ഥാവലി പറയുന്നുണ്ട്. തരകന് മാർത്തോമ 6-ാമൻ മേൽ 1,25,000 രൂപ പിഴ ചുമത്തിയപ്പോൾ 60,000 കല്യാൺ കൊടുത്തിട്ടും അത് പോരാന്ന് പറഞ്ഞ് മാർത്തോമ 6-ാമനെ തരകന്റെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ
തത്തമ്പള്ളിയിലേക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി തത്തമ്പള്ളിയിലുള്ള തരകന്റെ പഴയ ബംഗ്ലാവിൽ 6-ാം മാർത്തോമയെ തടവിൽ പാർപ്പിച്ചു. മലങ്കര സഭയുടെ പള്ളികൾ കൊള്ളയടിച്ചിട്ടും മലങ്കര മെത്രാനെതിരെ ഭീമമായ പിഴ ചുമത്തി അറസ്റ്റ് ചെയ്യിച്ചിട്ടും അരിശം തീരാത്ത തരകന് മലങ്കര നസ്രാണികളുടെ വീടും സ്വത്തും കണ്ടുകിട്ടാൻ തരകന് ഏർപ്പാട് ചെയ്യുന്നു. ഇതിനെക്കുറിച്ചും തരകന്റെ അന്നത്തെ സ്വാധീന ശക്തിയെക്കുറിച്ചും നിരണം ഗ്രന്ഥാവലി പറയുന്നത് മാത്യു തരകന്റെ പ്രതാപത്തെക്കുറിച്ചും തരകന്റെ പ്രതാപവും സ്വാധീനവും ഉപയോഗിച്ച് ഭയപ്പെടുത്തി തടവിൽ പാർപ്പിച്ച 6-ാം മാർത്തോമയെ കൊണ്ട് റോമൻ കത്തോലിക്ക മതാചാര പ്രകാരം പുളിപ്പില്ലാത്ത അപ്പമായ പത്തീറ വെച്ച് കുർബാന ചൊല്ലിച്ചതിനെ കുറിച്ചും നിരണം ഗ്രന്ഥാവലിയിൽ വിവരിക്കുന്നുണ്ട്. 6-ാം മാർത്തോമയെ കീഴടക്കിയ ആഹ്ലാദത്തിൽ ആറാടിയ തച്ചിൽ തരകന്റെ ആനന്ദം അധികനാൾ നീണ്ടു നിന്നില്ല. നാട്ടുകാരുടെ സമ്പത്തും സകലതും കൊള്ളയടിച്ചതിന് തരകനെ 5 തെങ്ങിൽ വെച്ച് നാട്ടുകാർ പിടികൂടി ബന്ദിയിലാക്കി. തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അവിടെ വെച്ച് നാട്ടുകാർ തരകനെ നല്ലവണ്ണം കൈകാര്യം ചെയ്തതിനു ശേഷം തരകന്റെ 2 ചെവിയും അറുത്തുമാറ്റി. മാർത്തോമാ മെത്രാനെ ദ്രോഹിച്ചവർ ഓരോന്നോരോന്നായി തകർന്ന് തരിപ്പണമായി. തരകന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട 6-ാം മാർത്തോമ ചെങ്ങന്നൂർ പള്ളിയിൽ തിരികെ എത്തി. റോമാ മതാചാര പ്രകാരം കുർബാന ചൊല്ലേണ്ടി വന്നതിന് പ്രായശ്ചിത്തമായി ചെങ്ങന്നൂർ പള്ളിയിൽ 12 വൈദികരെ വീതം കാർമ്മികരാക്കി 41 ദിവസം തുടർച്ചയായി വിശുദ്ധ കുർബാന ചൊല്ലിച്ചു. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം തച്ചിൽ മാത്യു തരകൻ തോക്കിന്റെ മുന്നിൽ നിർത്തി മലങ്കര നസ്രാണികളുടെ തലവനെ ആലപ്പുഴ തത്തമ്പള്ളിയിൽ കൊണ്ടുപോയി റോമ മതാചാര പ്രകാരം കുർബാന ചൊല്ലിച്ച കുപ്രസിദ്ധമായ ഈ സംഭവത്തെയാണ് ഇന്ന് സീറോ മലങ്കര മലബാർ റീത്തുകാര് 6-ാം മാർത്തോമയുടെ റോമ പുനരൈക്യം എന്ന വലിയ തലക്കെട്ടോടെ അവതരിപ്പിക്കുന്നത്. സീറോ മലബാർ മലങ്കര റീത്തുകാരുടെ ഈ നടപടിയെ യുക്തിപരമായി വിലയിരുത്തേണ്ടത് പ്രേക്ഷകരുടെ സ്വാതന്ത്ര്യമായി കരുതുന്നു.